സൗദി അറേബ്യയിലെ റാസ് തനൂറ എണ്ണ ശുദ്ധീകരണശാലയെ ആക്രമിക്കാൻ ശ്രമിച്ച 2 ഡ്രോണുകൾ നശിപ്പിച്ചതായി സൗദി അറേബ്യയുടെ പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. ഡ്രോൺ അവശിഷ്ടങ്ങൾ വീണത് ജനവാസ കേന്ദ്രങ്ങളിൽ ഉൾപ്പെടെ ചെറിയ തീപിടുത്തമുണ്ടാകാൻ കാരണമായെങ്കിലും ആളപായമൊന്നും ഉണ്ടായിട്ടില്ല എന്ന് പ്രതിരോധ മന്ത്രാലയ വക്താവ് മേജർ ജനറൽ തുർക്കി അൽ മാലിക്കി പറഞ്ഞു. റാസ് തനൂറ എണ്ണ ശുദ്ധീകരണശാലയെ ആക്രമിക്കാൻ ശ്രമിച്ച 2 ഡ്രോണുകൾ നശിപ്പിച്ചതായി സൗദി അറേബ്യയുടെ പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. ഡ്രോൺ അവശിഷ്ടങ്ങൾ വീണത് ജനവാസ കേന്ദ്രങ്ങളിൽ ഉൾപ്പെടെ ചെറിയ തീപിടുത്തമുണ്ടാകാൻ കാരണമായെങ്കിലും ആളപായം ഒന്നും ഉണ്ടായിട്ടില്ലെന്ന് പ്രതിരോധ മന്ത്രാലയ വക്താവ് മേജർ ജനറൽ തുർക്കി അൽ മാലിക്കി പറഞ്ഞു. തിങ്കളാഴ്ച രാവിലെ 7:04-നാണ് റാസ് തനൂറ പെട്രോളിയം ശുദ്ധീകരണശാലയ്ക്ക് നേരെ ഡ്രോൺ ആക്രമണം ഉണ്ടായത്. പെട്രോളിയം ശുദ്ധീകരണശാലയ്ക്ക് സമീപം ഡ്രോണുകളുടെ അവശിഷ്ടങ്ങൾ വീണത് ചെറിയ നാശനഷ്ടങ്ങൾക്ക് ഇടവരുത്തിയതായി ഊർജ്ജ മന്ത്രാലയം വ്യക്തമാക്കി. അവശിഷ്ടങ്ങൾ ചെറിയ തീപിടുത്തത്തിന് കാരണമായെങ്കിലും എമർജൻസി വിഭാഗം ഉടൻ തന്നെ അത് നിയന്ത്രണ വിധേയമാക്കി. ആർക്കും പരിക്കുകളോ മരണങ്ങളോ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. മുൻകരുതൽ നടപടിയായി റിഫൈനറിയിലെ ചില പ്രവർത്തന യൂണിറ്റുകൾ താൽക്കാലികമായി അടച്ചുപൂട്ടി. എന്നാൽ പ്രാദേശിക വിപണികളിലേക്കുള്ള പെട്രോളിയം വിതരണങ്ങളെയും ഡെലിവറികളെയും ഇത് ബാധിച്ചിട്ടില്ലെന്ന് സ്രോതസ് കൂട്ടിച്ചേർത്തു. ജനം, സൗദി അറേബ്യ.